അപ്പം അവസാനമായിട്ട് ഇത് ഒന്നും കൂടി നമ്മൾ തുറന്നിട്ടുണ്ട് മൂടി. ഏയ് ആവി കണ്ടില്ല, മറ്റേ മഞ്ഞ് പാറും പോലെയാണ് പറയുന്നത്. സാധനം അയക്കണ ഇല്ല, വെള്ളം പറ്റണം, ഇനിയും പറ്റണം. അപ്പം സവാളയും മുളകും പിന്നെന്തിട്ട് ആദ്യം കടുകും വെളുത്തുള്ളി ഒക്കെ പാടിട്ട് എണ്ണയിലിട്ട് വാട്ടിയതിൻ്റെ ശേഷം ഇടുക ഈ ഇലക്കപ്പാടെ. എന്നിട്ട് അതിലിങ്ങനെ കിടന്ന് ഇങ്ങനെ വേവണത് കണ്ടോ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റുന്ന നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇടക്കും തിരക്കൊക്കെ ഒന്ന് മൂടി കൊടുക്കുക. ഞാൻ ആവൂത്ര ഇപ്പം ഉണ്ടാ വെള്ളം പറ്റുമ്പോ ഇനി മുടിഞ്ഞ് എത്ര മൂടണം? വെള്ളം പറ്റണം. അപ്പം ഇനിയും വെള്ളം പറ്റുന്ന നേരം നമ്മളിത് ഇങ്ങനെ മൂടുക തുറക്കുക. ഇതുണ്ടെങ്കിൽ റംബുട്ടാന് നാടൻ റംബുട്ടാന്. ഈ സാധനം നമ്മൾ ഇന്ന് മരത്തുമ്മ കയറി പറിച്ചെടുത്താണ്. കുറച്ച് കിട്ടിയിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. നല്ല അടിപൊളി സാധനം, നാച്ചുറലായിട്ടുള്ള സാധനമാണ്, ജൈവവളത്തിലുള്ള നാച്ചുറൽ സാധനം. ഇതങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല, വളർച്ച കുറവാണ്. കണ്ടാ മറ്റേതിൻ്റെ മാതിരി നല്ല വണ്ണമൊന്നും ഉണ്ടാവില്ല, വണ്ണം കുറവാണ്. എന്നാലും കുഴപ്പമില്ല, ഇപ്രാവശ്യം കുഴപ്പമില്ല, കിട്ടി. കഴിഞ്ഞ പോലെ അത്രയും കിട്ടി. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ പൊടിച്ചിടണം. തേങ്ങ അരച്ച് വെച്ചിരിക്കണം. തേങ്ങ ഇനി അതിക്കാണ്ട് ഇടുക, വരണ്ടിക്കാണ്ട്. ഇത് നമ്മളെ ചങ്ങായിയാണ്, ഇതാണ് നമ്മളെ ചങ്ങായി, ഇവിടുത്തെ മൂപ്പൻ. വാ ഉപ്പിട്ട് ആ വെള്ളം ഒന്ന് വറ്റണ നേരം ഒന്ന് ഇങ്ങനെ ആണ്ടും കൊണ്ട് ഇറക്കി കൊടുക്കുക. ആ മണത്തിൽ തന്നെ ഉണ്ടല്ലോ, സ്മെല്ലിൽ തന്നെ ഉണ്ടല്ലോ ഒരു തരം 10 ഇലയുള്ള സ്മെല്ലാണ്. ഒരു ചെമ്പട്ടി ഇല ഉണ്ടായിരുന്നു, ആ ഒരു ചെമ്പട്ടി ഇല ഇപ്പം ഇങ്ങനെ ആയി. ഇതാണ് ഇപ്പം 10 ഇലൻ്റെ കൂട്ട്. ഇപ്പം കർക്കിടകത്തിൽ ഇങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ഉണ്ടാക്കി കൂടി. 10 ഉറുപ്പ്യയിൽ ഇതാ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ചട്ടിക്ക് വെച്ച് അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയായാലും സാറാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല രസമുണ്ട്, സംഭവം സാറായിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങളൊക്കെ ഒന്നാണ്ട് ഉണ്ടാക്കി നോക്കി, അടിപൊളിയാണ്. കൊല്ലത്തിൽ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കണല്ലേ, അടിപൊളിയായിരിക്കും. എല്ലാവിധ ഇലകളൊക്കെ നുള്ളിപ്പറിക്ക് കൊടുന്ന് ഉണ്ടാക്കുക. അടുത്ത വീഡിയോ